CPM ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേടുകളെന്ന് തുറന്നു പറയുകയാണ് ഒരു മുതിർന്ന നേതാവിന്റെ ഭാര്യ. മുൻ MLA-യും മുതിർന്ന നേതാവുമായ ആർ ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു. 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നും ബാങ്ക് പ്രസിഡന്റായിരുന്ന പൊൻതാമരപിള്ള മുൻ MLA ആർ ഉണ്ണികൃഷ്ണപിള്ള തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ എത്തിച്ചത്. ആ ബാങ്കിൻ്റെ അക്കൗണ്ടൊക്കെ ട്രാൻസാക്ഷനൊക്കെ പോയിരുന്നത് അവിടെ ഗവൺമെൻറ് എംപ്ലോയീസ് വഴിയാണ്. കാരണം ആ ഗവൺമെൻറ് എംപ്ലോയീസ് വഴി ഒരിക്കലും ഇതുപോലൊരു സ്ഥാപനം തന്നെയാണ് അതും. അവിടോട്ട് അക്കൗണ്ട് പോകാൻ പാടില്ല. അത് നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അത് ചെയ്യാതെ അവിടെ കാനറ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൂടെ പോകാതെ ഈ നാഷണലൈസ്ഡ് ബാങ്കിനകത്ത് ഇതിലേക്കാണ് ഗവൺമെന്റ് എംപ്ലോയീസ് വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നതും നമ്മുടെ ഈ കഴിഞ്ഞ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടിരുന്ന രവീന്ദ്രന്റെ മരുമകനാണ്. കാരണം അവിടെ വന്നിട്ടുള്ള ഞാൻ ഇന്ന പ്രസിഡന്റായിട്ടിരുന്ന സ്ഥാനാപനത്തിൽ വന്നിട്ടുള്ള വലിയ ഡിപ്പോസിറ്റുകൾ ആ തുകയെല്ലാം ഇവിടെ തന്നെയാണ് ചെലവഴിച്ചത്. കാരണം അതിപ്പോ കണക്കുകൾ അവർക്ക് പോലും കൃത്യമായിട്ട് കണക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റാഫിന് പോലും. കാരണം 20 മുതലാണ് അവിടെ ശരിക്കും കമ്പ്യൂട്ടർ സിസ്റ്റം ആയി വന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന പേപ്പറുകൾ പോലും എവിടാന്നറിയത്തില്ല. പേപ്പറുകളെല്ലാം കത്തിക്കുന്ന പണി രവീന്ദ്രന് മുന്നേ ഉണ്ട്. അപ്പം ആ പേപ്പറുകളും കാണുന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ച പോലും ആ ഡിപ്പോസിറ്റർ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രേഖകൾ കാണുന്നു. പാർട്ടി എനിക്ക് തോന്നുന്നു. കാരണം പാർട്ടി എൻ്റെ കുടുംബമാണ്. തീർച്ചയായും എനിക്ക് താല്പര്യമാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചതാ. നാട്ടും അങ്ങനെ അതും പരിധിയിലല്ലാതെ വളരെ ഗുരുതരമായ മാനസിക ഇതൊക്കെ ഉള്ളവർക്ക് വരെയാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നത്. ചിലരുടെ അവരറിയാത്ത പോലും അവരുടെ പ്രമാണം വെച്ച് ലോൺ ഇവിടെ എടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം വളരെ ക്രമക്കേടുകൾ അവിടെ കണ്ടെത്തി. വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഉണ്ടാകുന്നത്. 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി എന്നതാണ് ബാങ്ക് പ്രസിഡന്റായിരുന്ന ആളുടെ ആരോപണം. മുൻ MLA ആർ ഉണ്ണികൃഷ്ണപിള്ള തന്നെയാണ് ഭാര്യയെ വാർത്താ സമ്മേളനത്തിന് എത്തിച്ചത് എന്നത് വളരെ പ്രധാനമായി മാറുന്നു. CK അഭിലാൽ വിവരങ്ങളുമായി ചെന്ന അഭിലാൽ, ആദ്യം ഈ ആരോപണത്തിന്റെ കഴമ്പിലേക്ക്. 14 മാസ കാലയളവിലെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും താൻ രാജിവെക്കുന്നു. ഒപ്പം തന്നെ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ തുറന്നു പറയുകയും 2 ലക്ഷവും വെച്ചുകൊണ്ട് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ പൊൻതാമരപിള്ള വാർത്താ സമ്മേളനം വിളിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഉണ്ടായത്. 2024 നവംബർ മാസം 1-ാം തീയതിയാണ് അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏറെക്കാലമായി കൈകാര്യം ചെയ്തു വരുന്ന ബാങ്കാണ് അടൂർ സർവീസ് സഹകരണ സംഘം. ഇവിടെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധനയിൽ വ്യക്തമായിരിക്കുകയാണ്. നിലവിൽ അവർക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സഹകരണ സംഘത്തിൽ 75 ലക്ഷം രൂപയുടെ ക്രമക്കേടുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് യഥാർത്ഥ വായ്പയുടെ അപേക്ഷകൻ അറിയാതെ വ്യാജരേഖ ചമച്ചുകൊണ്ട് യഥാർത്ഥ ആൾ അറിയാതെ മാൽ പ്രാക്ടീസ് വഴി ലോൺ തരപ്പെടുത്തുകയും അത് നേതാക്കൾ വീതിച്ചെടുക്കുകയും ചെയ്ത സംഭവങ്ങളടക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രസിഡന്റും CPM അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പലതവണയും അവർ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ തുടർന്ന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ താൻ നിർബന്ധിതയാവുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കാൻ എന്നാണ് പൊൻതാമരപിള്ള വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, സമീപ കാലയളവിൽ ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട സ്ഥിതി ഉണ്ടായി. അഭിലാൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ്. CPM ഭരിക്കുന്ന സഹകരണ സംഘമാണ്. മുൻ MLA-യുടെ ഭാര്യയാണ്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം വരുന്നത് അതിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായ നീക്കങ്ങളുടെ ഭാഗമായി ഈ ആരോപണം മാറാനുമുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ആരോപണം വന്നത് എന്തുകൊണ്ട്? കാരണം അത് തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ്. ഇന്നലെ വൈകുന്നേരം അടൂരിൽ മാതൃഭൂമി ന്യൂസ് സംഘടിപ്പിച്ച രാഷ്ട്രീയ സംവാദത്തിലടക്കം പങ്കെടുത്ത ആളാണ് ആർ ഉണ്ണികൃഷ്ണപിള്ളയും. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊൻതാമരപിള്ളയും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലടക്കം CPM-ന് വേണ്ടി മൈക്ക് വാങ്ങിക്കൊണ്ട് പ്രസംഗിക്കുകയും ആ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്ത ആൾ കൂടിയാണ് ഉണ്ണികൃഷ്ണപിള്ള. പക്ഷേ നേരം ഇരുട്ടി വെളുത്ത വേളയിൽ അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ അവരെ കൊണ്ടുചെന്ന് വാഹനത്തിൽ ഇറക്കി വിട്ട ശേഷം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ശേഷം അവർ അതേ വാഹനത്തിൽ തന്നെ മടങ്ങിപ്പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നീരസം
വളരെ പ്രകടമായി തന്നെ ഇടം ഫലം നോക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള തരത്തിലുള്ള സമീപനം മുൻപും ആർ ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൻ്റെ അടൂരിലെ ഓഫീസിലേക്ക് പ്രദേശവാസികൾ, അതായത് ആർ ഉണ്ണികൃഷ്ണപിള്ള അടക്കം അടൂർ മേഖലയിലെ വിവിധ ഇടങ്ങളിലുള്ള റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ 2 വർഷങ്ങൾക്ക് മുൻപ് ചിറ്റയം ഗോപകുമാറിൻ്റെ ഓഫീസിലേക്ക് റോഡ് നന്നാക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യമായ പ്രതിഷേധമുണ്ടായി. ഇത് LDF-ൽ വലിയ തോതിൽ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ എന്താണ് അടുത്ത ദിവസം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വീണ്ടുവിരാരമില്ലാതെ പോലും പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന്റെ അവസാനത്തെ ദിവസവുമായിരുന്നു. അങ്ങനെ ഒരു നീക്കം ഇനി നമ്മൾ കാണേണ്ടതില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നതല്ല, പക്ഷേ അങ്ങനെ ഒരു നീക്കം തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. ആ സമയം കഴിഞ്ഞില്ലേ? അതായത് നേരാവണ്ണം കാര്യങ്ങൾ, അതായത് അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത പശ്ചാത്തലത്തിൽ അവിശ്വാസത്തിലൂടെ ചെന്താമരപ്പിള്ളയെ പുറത്താക്കാൻ നടത്തിയ ശ്രമമാണ് പ്രകോപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ രാജിവെച്ച് ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പുറത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്തുകൊണ്ട് അവർ വാർത്താസമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും തുറന്നു പറയുന്നതിന് മുൻപായി ഏരിയ നേതൃത്വത്തെയോ അതല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തെയോ നിശ്ചയമായും അറിയിച്ചു കാണും. ആ വിഷയങ്ങൾ ഒന്നും തന്നെ പാർട്ടി ഗൗരവമായി പരിഗണിക്കുകയോ ആ വിഷയം പരിശോധിക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ നിർബന്ധിക്കപ്പെട്ടതാകാം ഇത്തരത്തിൽ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം സ്വാഭാവികമായ അത്തരം. നേരത്തെയും ചില നിലപാടുകൾ ഇപ്പോൾ ഔദ്യോഗിക ലൈന് വിരുദ്ധമായി ചില നിലപാടുകൾ, ആ വിരുദ്ധം എന്ന് പറയുമ്പോൾ അത് ജനകീയ താല്പര്യം എന്ന നിലയിൽ തന്നെ എടുത്ത നിലപാടുകളാണ് എന്ന് ബിലാൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻ MLA-യും ഭാര്യയും ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഇനിയും സ്വാഭാവികമായും ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പക്ഷേ ഗൗരവതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. CPM ഭരിക്കുന്ന ബാങ്കിൽ വലിയ ക്രമക്കേടുണ്ടായി എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്.